ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും ചക്കപ്പഴവും കൊണ്ട് ആവിയിൽ വേവിച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ചക്കയൊക്കെ തീരുന്നതിന് മുമ്പ് എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് കൂടി തരിക. അപ്പോൾ വീഡിയോയിലോട്ട് പോകുക. അതിനായിട്ട് ഞാൻ കുറച്ച് വരിക്ക ചക്കയുടെ ചുളയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 10-12 ചുളകളും വേണം. ഇത്രയൊന്നും ഞാൻ എടുത്തിട്ടില്ല. അത് നമുക്കൊന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം ആദ്യമേ. അതായത് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ഒരു ശർക്കര 250 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചക്കയുടെ മധുരം അനുസരിച്ച് ശർക്കര കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഉരുക്കാനായിട്ട് വെക്കണം. ഞാൻ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് നമുക്കിട്ടൊന്ന് വറുത്തെടുക്കാം. അതൊരു പകുതി മൂപ്പായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ കറുത്തയും വെളുത്തയും കൂടെ ഉള്ളതുകൊണ്ടിട്ട് നിങ്ങൾക്ക് ഉള്ളത് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിൽ നിന്ന് മൂത്ത് വന്നിട്ടുണ്ട്, കോരി മാറ്റാം. ആ കോരി മാറ്റി അതിൽ തന്നെ നമുക്ക് നേരത്തെ ചെറുതായി നുറുക്കി വെച്ച ചക്കയും കൂടെ ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. വെന്തുടയൊന്നും വേണ്ട, ഒന്ന് വഴന്നൊന്ന് സോഫ്റ്റായി വന്നാൽ മതി. നമുക്ക് ഇത് ഉടഞ്ഞത് പോകണ്ട. അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയതും കൂടെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഏകദേശം 2 മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഞാൻ വഴറ്റിയെടുക്കാനായിട്ട്. അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചാൽ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം ഇട്ട് കൊടുക്കുന്നില്ല. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് നട്ട്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടുന്നത് ഒരു 3/4 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മൈദാമാവോ അരിമാവോ ഏത് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ഉപ്പാണ്. 1/4 ടീസ്പൂണോളം ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കര ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് കൂടെ തരാൻ ശ്രമിക്കുക. ഇത് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചക്കയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. അതുകൂടെ ഇട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പം മഴക്കാലമൊക്കെയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെയൊക്കെ വെള്ളക്കെട്ടിലൊന്നും വിടാതെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. പിന്നെ വേണ്ടുന്നത് 5-6 ഏലക്ക എടുത്തിട്ടുണ്ട്. അത് വലുതാണെങ്കിൽ 6, ചെറുതാണെങ്കിൽ 8. അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ചതച്ചതോടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതോടെ ഇട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിലേക്ക് അല്പം വെള്ളത്തിന് 1/4 കപ്പെടുത്തിൽ പകുതി, അതായത് 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ലൂസായിട്ട് വേണമായിരുന്നു. നമുക്ക് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഇരിക്കാനുള്ളത്. നമുക്കത് അടച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് റവയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ടാണ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എടുത്തിട്ടുള്ളതാണിത്. 15 മിനിറ്റിന് ശേഷം റവയൊക്കെ ഒന്ന് കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. ഞാനൊരു കേക്ക് ടിന്നിലാണ് ഇത് ചെയ്തത്. അതിനകത്ത് നെയ്യാണ് ഞാൻ തടവിയിട്ട് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ. അതിൽ കുറച്ച് നട്ട്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് ഇളകി കിട്ടാനാണ് നെയ്യ് തടവിയിരിക്കുന്നത്. അതൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഞാൻ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതിനകത്ത് വെച്ച്
സ്റ്റീം ചെയ്ത് ആവിച്ച് എടുക്കുക. അതിനകത്ത് വെള്ളം വീഴാതിരിക്കാൻ ഒരു വാഴ ഇലയും കൂടെ വെച്ച് ഞാനത് മൂടി കൊടുക്കുന്നുണ്ട്. അതായത് ആവി വെള്ളം വീഴാതിരിക്കാനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 25 മിനിറ്റോളം ഇത് ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആയില്ലായിരുന്നു. ഇപ്പോൾ 25 മിനിറ്റോളം എടുത്ത് ഇത് വെന്ത് വരാൻ നിങ്ങളൊന്ന് ഒരു ഫോർക്ക് വെച്ചോ ഒരു സ്റ്റിക്ക് വെച്ചോ ഒന്ന് കുത്തി നോക്കുമ്പോൾ അറിയാം നന്നായിട്ട് ഒട്ടും പറ്റുന്നില്ല, എന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് തണുത്തതിന് ശേഷം മാത്രമേ ഇതിൽ നിന്ന് എടുക്കാവൂ, വിട്ട് വരില്ല. അല്ലെങ്കിൽ തണുത്തിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ആ ബെൽ ബട്ടണൂടെ പ്രസ് ചെയ്ത് ഓളം ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടെ തരിക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആവിയിൽ വേവിച്ച് നല്ല പലഹാരം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടും. ചക്കയൊക്കെ തീരുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ.